എന്റെ പുറകെ നടന്ന് വീഡിയോ എടുക്കായിരുന്നു. ഒന്ന് മതിയടി നിർത്തടി, എന്റെ ഫോണിന്റെ സ്പേസ് കളയല്ലേന്നാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഉണ്ടല്ലോ, നമ്മുടെ ആലിയ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ കാണിക്കാൻ എനിക്ക് ഹൗസ് വാമിംഗ് ഫംഗ്ഷന്റെ വീഡിയോ ഉണ്ടായത് തന്നെ. കൂട്ടത്തിൽ അവളുടെ തന്നെ കുറച്ച് മിറർ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പന്തലും നമ്മുടെ വീടും എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ട് വരാണ് കേട്ടോ. നമ്മുടെ ഓഫീസിൽ നിന്ന് മുകേഷ് വന്നപ്പോ ഞാൻ അവനെയും കൊണ്ട് നടന്ന് വീടൊക്കെ ചുറ്റി കാണിക്കാണ്. ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട് അതിന്റെ പുറകെയൊക്കെ അവളും വരുന്നുണ്ട് കേട്ടോ. എന്റെ ഫോണും പൊക്കി പിടിച്ചത് എന്റെ ഉമ്മി ചീത്താത്താടെ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയാണ് കേട്ടോ ആയിരിക്കുന്നത്. പന്തലിന്ന് ക്ഷീണിച്ച് അടുക്കളയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ വന്ന ഇക്കാക്കനതെ കൈയോട് പിടിച്ചു നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്റെ ഡ്രസ്സ് കാണാൻ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്റെ കുഞ്ഞുപെണ്ണിന്റെ മുഖം എങ്ങനെ ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഈ ഉടുപ്പിട്ടതിന്റെ അലർജറ്റിക് റിയാക്ഷൻ ആണ് കാണുന്നത്. ഹയാസ് എന്തെടുക്കുന്നുണ്ടോ കളിക്കാനായിട്ട്, അതും കൂടി എന്റെ കുഞ്ഞുപെണ്ണിന് വേണം കേട്ടോ. അതിന്റെ വാശിക്കരച്ചിലാണ്. പിന്നെ സനയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും അത്യാവശ്യം തളർന്നിട്ടിരിക്കുന്ന ഇരിപ്പാണ്. 2 മണിയായപ്പോഴേക്കും എന്റെ കൂട്ടുകാരെയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ പോയിരുന്നപ്പോഴേക്കും ഹംനാൻ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും കൂടി കൊടുത്ത് ഞങ്ങൾ സൈഡാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇക്കാക അവിടെ നല്ല പീസൊക്കെ നോക്കി ഇട്ടും കൊടുക്കുന്നുണ്ട്. ഫൈനലി ഞങ്ങൾ ഒരു 4 മണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത്. ചിക്കൻ ബിരിയാണി, സാലഡ്, അച്ചാറ്, പുളിങ്കറി ആയിരുന്നു കേട്ടോ മെനുവിൽ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് എന്തായാലും പുളിങ്കറി ടേസ്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മിച്ച് കഴിക്കുന്നത് നോർമൽ റൈസും നല്ല മീൻകറിയും കൂട്ടിയാണ്. എന്റെ ഇത്താത്താടെ ഉമ്മിച്ചിയുടെയും കൂടി ഫുഡ് കഴിക്കാനായിട്ട് ഉമ്മിച്ചിയുടെ അമ്മായും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി നല്ല സെറ്റപ്പിലായിരുന്നു ഫുഡൊക്കെ കഴിച്ചു. പ്രസന്റേഷന്റെ കവർ ഊരുന്നതിക്കാക വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ബാക്കി വന്ന ചോറ് ആർക്കോ വേണ്ടി കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. ഹൗസ് വാമിംഗ് വീട്ടില് ഇതൊക്കെ എന്തായാലും പതിവ് കാഴ്ചകളാണ് അല്ലേ. ഫുഡ് അടി കഴിഞ്ഞതോടെ ഞാൻ ഏതാണ്ട് എര വിഴുങ്ങിയ അവസ്ഥയിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയത് ആ സൈഡ് ആയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും ഏതാണ്ട് സൈഡ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റ.